ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാ കിച്ചൺ. വെയ്റ്റ് ലോസൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്നതും ധാരാളം പ്രോട്ടീനും ഫൈബറൊക്കെ അടങ്ങിയിട്ടുള്ള ഓട്സ് ഓംലെറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് 1/4 കപ്പ് ഓട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മളിത് റോസ്റ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ചില ആളുകൾക്ക് ഓട്സ് കഴിക്കുമ്പോഴത്തേക്കും ഡൈജഷൻ പ്രോബ്ലംസൊക്കെ വരാറുണ്ട്. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇത് ചെറുതായിട്ട് ഇവിടെ റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി വരട്ടെ. ചൂടാറിയതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാല് കുറച്ചായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഈ ബാറ്റർ കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ടൊക്കെ വരും. ഇതിവിടെ ഇരിക്കട്ടെ. ഈ സമയത്ത് നമുക്ക് വെജിറ്റബിൾസ് റെഡിയാക്കിയെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അതിലേക്ക് 2 മുട്ടയുടെ വെള്ളയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഓട്സിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തക്കാളി ചെറുതാക്കി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളിയുടെ കുരുവൊക്കെ മാറ്റിയതിന് ശേഷമാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. സവാള ചെറുതാക്കി കട്ട് ചെയ്തത് ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം ചെറുതാക്കി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂണോളം ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചീര ചെറുതാക്കി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചീരയ്ക്ക് പകരം നിങ്ങളുടെ കയ്യിൽ മുരിങ്ങയില ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതാക്കി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ബ്രൊക്കോളിയോ മഷ്റൂംസോ ഒക്കെ ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. മുട്ടയും കൂടി ചേർത്ത് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടെല്ലാം ഒന്ന് പതിയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചതൊന്ന് വേവിച്ചെടുക്കാം. ഇത് 2 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ട് 2 മീഡിയം സൈസ് ഓംലേറ്റ് ആക്കി എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ എല്ലാം കൂടി ഒരുമിച്ചിട്ട് കൊടുത്തിട്ട് ഒരു വലിയൊരു ഓംലേറ്റ് ആക്കി നമുക്ക് എടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിടുമ്പോഴത്തേക്കും പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി അടുത്ത സൈഡും നമുക്കിതേപോലെ കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ലവണ്ണം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്തേക്കണേ. എന്നാൽ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ടിൽ ദെൻ ബൈ.